നാളെയല്ല എന്നെ വിളിക്കണം, എന്നിട്ട് നീ കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരികയല്ല, സത്യം. നീ ഇങ്ങോട്ട് സ്നേഹിക്കണ്ടെങ്കിൽ അങ്ങോട്ട് സ്നേഹിച്ചു. എനിക്കതല്ലേ ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാലോ. നിന്റെ വാട്സപ്പ് നോക്കൂ, നിന്നെ ഇഷ്ടമാണ്. അതെന്നെ ഒത്തിരി ഇഷ്ടമാണ്. എന്താ നീ പണിയെടുക്കണം? നിനക്കാണ് ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റിയെങ്കിൽ പറയടി, ഞാൻ വരുന്നുണ്ട്. പിന്നെ എന്തായാലും വരും. എന്റെ കുട്ടിയുടെ അടുത്ത്, കുഞ്ഞിന്റെ അടുത്ത്. എന്റെ കുഞ്ഞിനെ കാണാതെ വരുന്നേ. ഓക്കെ, എല്ലാ കഷ്ടപ്പാടും നമ്മുടെ മാറ്റം. എന്റെ ജീവനാണ്. കാലത്തിന്റെ ഓർക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. താങ്ക് യു എന്ന് അവസാനം ഒരു താങ്ക് യു നിങ്ങൾ കേട്ടായിരുന്നോ? താങ്ക് യു പോലെ എനിക്ക് തോന്നി. ഫിലിപ്പ് മമ്പാട് ഒരുപാട് ഇഷ്ടമാണ്, ജീവന്റെ ജീവനാണ്. ഫിലിപ്പ് മമ്പാടെ, താങ്കൾക്ക് ഇങ്ങനെ ഒരു മുഖവും കൂടെ ഉണ്ടായിരുന്നോ? ഇന്നലെ ഫിലിപ്പ് മമ്പാടുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളിൽ ഒരാൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടു. എന്നിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. പ്രത്യേകിച്ച് എന്നെ കുറച്ച് നാളായിട്ട് അറിയാവുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. നീ എത്ര രൂപ മേടിച്ചടാ? നീ പൈസ മേടിച്ചിട്ടാണോടാ ഈ ഒരു വീഡിയോ ചെയ്തത്? ആ തരത്തിലുള്ളൊരു ചോദ്യം. സത്യം പറഞ്ഞാൽ അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കി. അവർക്കെന്നെ വിമർശിക്കാം, നിങ്ങളിൽ ഓരോരുത്തർക്കും എന്നെ വിമർശിക്കാം. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഞാൻ പറയുന്നതിനകത്ത് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിമർശിക്കാം, 100% വിമർശിക്കാം. നല്ലത് മാത്രം പറയണമെന്നൊന്നും അല്ല, വിമർശിക്കാം. പക്ഷേ ഞാൻ പൈസ മേടിച്ചിട്ടല്ലേ ഞാൻ ഫിലിപ്പ് മമ്പാടിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, കംപ്ലീറ്റ് ആയിട്ട് കണ്ടവർക്കറിയാം. ഞാൻ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തിയെ വെളുപ്പിച്ചിട്ടില്ല. ഞാൻ അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടില്ല. നിരപരാധിയാണെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തെളിവ് കൊണ്ടുവരുമ്പോഴാണ് ഞാൻ പുള്ളിയെ വെളുപ്പിക്കുകയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഞാനൊരു തെളിവും കൊണ്ടുവന്നിട്ടില്ല പുള്ളി നിരപരാധിയാണെന്ന് തെളിയിക്കാൻ. പുള്ളി നിരപരാധിയാണെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടേ ഇല്ല, ഇപ്പോഴും പറയുന്നില്ല. അതുപോലെ തന്നെ പുള്ളി അപരാധിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആ വീഡിയോയിൽ, ഇപ്പോഴും പറയുന്നില്ല. കാരണം എനിക്കറിയില്ല, ഞാനോ നിങ്ങളോ ആരെങ്കിലും ഇപ്പോൾ ഈ ഫിലിപ്പ് മമ്പാടിനെതിരെ വന്നിരിക്കുന്ന ആ കേസ്, ആ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ആരെങ്കിലും നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും നേരിട്ട് വല്ലതും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ മാത്രം നമുക്ക് പറയാം ഇതിൽ തെറ്റുകാരൻ ഇന്ന ആളാണെന്ന്. അല്ലാതെ നമ്മൾ എങ്ങനെ പറയും? അല്ലാതെ വേണമെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അവൻ ശരിയല്ല, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ചാടിക്കേറി ഒരുത്തനെ കല്ലങ്ങോട്ട് എടുത്ത് എറിയാൻ എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നില്ല. കാരണം നാളെ ഇയാൾ തെറ്റുകാരനല്ലാന്ന് കോടതി പറഞ്ഞാൽ നമ്മൾ ആരായി? ആരായി? പ്രത്യേകിച്ച് അയാൾ ഒരു പോലീസുകാരനായിരുന്നു. മനസ്സിലായില്ലേ? ആ വ്യക്തി ലഹരിക്കെതിരെയൊക്കെ പോരാടാനായിട്ടാണ് VRS ഒക്കെ എടുത്ത് അങ്ങോട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി കൗൺസിലിങ്ങും പഠിച്ച് മറ്റേ ഉപദേശിക്കാൻ ഇറങ്ങിയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഇയാൾക്ക് എന്തെങ്കിലും ഒരു നല്ല ഉദ്ദേശത്തോടാണ് ഇയാൾ ഇറങ്ങിയതെങ്കിൽ ഇയാളെ കുടുക്കാനായിട്ട് 100 പേര് തെറ്റ് ചെയ്യുമ്പോൾ ഒരുത്തൻ മാറി നിന്നിട്ട് അവരെ ശരിയാക്കാൻ ഇറങ്ങിയാൽ ഉറപ്പായിട്ടും 100-70 പേരെങ്കിലും ഇവനെ ഇല്ലാതാക്കാൻ നോക്കും. ഇല്ലേ? ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇപ്പോഴും പറയുന്നു, ഫിലിപ്പ് മമ്പാട് മാന്യനാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇപ്പം ഈ വോയിസ് കേട്ടല്ലോ നിങ്ങൾ, ഈ വോയിസിനകത്ത് കയറുന്നത് കുൽസിതമുണ്ടടേ, ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഇത് പിന്നെ ഇയാളുടെ തന്നെ വോയിസ് ആണോ എന്ന് ചോദിച്ചാൽ ഇന്ന് പലർക്കും പലരുടെയും വോയിസുകൾ വരെ ഉണ്ടാക്കാം. അതുകൊണ്ട് നമുക്കറിയാൻ പാടില്ല, ചാറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? ഒരുത്തരെ ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഫേക്ക് വോയിസ് ക്ലിപ്പ്, നിങ്ങളിപ്പോൾ കേട്ടത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് എനിക്കെന്തോ തോന്നുന്നില്ല. അത്യാവശ്യം കുൽസിതമൊക്കെ കാണുമായിരിക്കും ഈ ഒരു ഫിലിപ്പ് മമ്പാടിന് ചിലപ്പോൾ. അപ്പോഴും ഞാൻ പറയുന്നു ചിലപ്പോൾ, എനിക്കറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. പേഴ്സണലി ഇയാളുടെ അടുത്ത് വന്ന് ദുരനുഭവം ഉണ്ടായ ആളുകൾ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് നേരിട്ട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ അപ്പം പിന്നെയും നമുക്ക് പറയാം, ഓക്കെ ദേ അയാൾക്കെതിരെ തെളിവുകളുമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്, ഇനി അവനെ അങ്ങോട്ട് കല്ല് വലിച്ചെറിയാം എന്ന് പറയാം. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ വ്യക്തിയുടെ ഭാര്യയുമായി ഇയാൾ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുകയാണ്, അവർ ഇയാളെ നോക്കുന്നില്ല, മോള് വേറെ വഴിക്ക്, ഇങ്ങനെയുള്ള കുറേ കഥകൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. സോ ആ കഥകളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയല്ല എന്നാണ് ഞാൻ എൻ്റെ ഇന്നലത്തെ വീഡിയോയിലൂടെ പറഞ്ഞത്. അതിന് തെളിവുകളും ഉണ്ടായിരുന്നു. ഒരു
സൈക്കോളജിസ്റ്റ് അവർ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി സംസാരിച്ച് അവരാണ് ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇയാൾക്ക് വേണ്ടി കയറി ഇറങ്ങി നടക്കുന്നതെന്നൊക്കെ അവർ പറഞ്ഞതാണ് നമ്മൾ കേൾപ്പിച്ചത്. മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞതല്ല. അങ്ങനെയും ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട്. പിടികിട്ടിയോ? പിന്നെ ഇത് കോടതിയിൽ ശിക്ഷിക്കട്ടെ. ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ അനുഭവിക്കണം. ഇപ്പോഴും ഞാനത് പറയും, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കണം. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഒരു മെസ്സേജ് ഞാൻ കണ്ടു കേട്ടോ. ആ മെസ്സേജും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കേസുമായി, പുള്ളിക്കെതിരെ വന്ന കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-2 മെസ്സേജസ് ആണ്. അതെനിക്ക് നിങ്ങളെ കാണിച്ചു തരണം. മൊത്തത്തിൽ ഞാൻ വായിച്ചു തരാം. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ കാണണേ, കാരണം 1-2 കാര്യങ്ങൾ എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പ്രത്യേകിച്ച് പറയാനുണ്ട്. അതും അച്ഛനമ്മമാരോട്, പെൺമക്കളെ അല്ലെങ്കിൽ ആൺകുട്ടികളെ ആണെങ്കിൽ പോലും എന്തിനാ നിങ്ങൾ ഈ കൗൺസിലർമാരുടെ അടുത്തിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത്? നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കേ പൂർണ്ണമായിട്ടും അവനെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സൈക്കോളജിസ്റ്റുകളുടെയൊക്കെ ഹെൽപ്പ് വേണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ലിമിറ്റ് വരെയൊക്കെ അതിനെ നമ്മൾ ആശ്രയിക്കാവുള്ളൂ. നിങ്ങളുടെ കുട്ടികളല്ലേ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഏതോരുത്തനെ എങ്ങനെ മാറ്റാൻ പറ്റും? മാറ്റാൻ പറ്റുമായിരിക്കും ഒരു പരിധി വരെ, ഉപദേശങ്ങളിലൂടെ. പക്ഷേ ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൽ മാത്രമേ ഒരാൺ ചെറുക്കനാണെങ്കിലും ശരി, പെൺകുട്ടിയാണെങ്കിലും ശരി, അവനെ നമുക്ക് നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിടികിട്ടിയില്ലേ? ഇത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഓക്കെ, എല്ലാവർക്കും ഇത് അങ്ങനെ തന്നെ എടുക്കണമെന്നില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കുടുംബത്തിന് മാത്രമേ, കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നമായിക്കോട്ടെ, പുറത്തു നിന്നുണ്ടാകുന്ന പ്രശ്നമായിക്കോട്ടെ, വീട്ടുകാർക്ക് എപ്പോഴും അത് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളോട് ഒരു പ്രായം വരെ, ഒരു പ്രത്യേക ഏജ് വരെ, ഒരു 18-20 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫസ്റ്റ് ഫാമിലി വേണം അത് മാറ്റി കൊടുക്കാൻ. എന്നിട്ടേ ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ കൊണ്ടുപോയാലും ഒരു ലിമിറ്റ് വെക്കണം അവിടെ. ഇനി ഞാൻ ഇത് നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇതിലെ ചില പോയിന്റുകൾ ഞാനെടുത്ത് സംസാരിക്കുമ്പോഴും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ വേറെ ആരെയോ, ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറെ ആരെയോ കുത്തുന്നതാണെന്ന്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ 2 സൈഡിലെയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. പിടികിട്ടിയോ? വീണ്ടും പറയുന്നു, ഇവൻ തെറ്റുകാരനാണെങ്കിൽ ഇവൻ അകത്ത് പോകണം. ഓക്കെ, ഇനി ഞാനിത് വായിച്ചു തരാം. ഷീ വാസ് സ്റ്റഡിയിങ് ഇൻ ദുബായ്, ബട്ട് ബിക്കോസ് ഓഫ് സം ഇൻസിഡൻസ് ഷീ കെയിം ബാക്ക് ഹിയർ. ബിക്കോസ് ഓഫ് സം ഇൻസിഡൻസ്. എന്ത് ഇൻസിഡൻസ്? ആ പരാതി കൊടുത്ത വ്യക്തി ദുബായിലായിരുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് കൂടുതൽ അവരെ നമ്മൾ അങ്ങനെ വലിച്ചിടരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്തൊക്കെയോ ഇൻസിഡൻസ് കാരണമാണ് വന്നത്. എന്ത് ഇൻസിഡൻസ്? അതൊരു ചോദ്യമാണ്. ഷീ കെയിം ബാക്ക് ഹിയർ ആൻഡ് കുഡിൻ ഫോക്കസ് ഓൺ സ്റ്റഡീസ്. പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഹെയർ പാരൻസ് ഡിസൈഡഡ് ദാറ്റ് ഷീ നീഡഡ് എ കൗൺസിലർ. പാരൻസ് അവർ മനസ്സിലാക്കി ഒരു കൗൺസിലറിന്റെ സഹായം വേണം, അവരെ കൊണ്ട് കഴിയത്തില്ല. That when her parents and find Philip, she felt safe to tell him about her problems and secrets. അതായത് കുട്ടിയുടെ പ്രശ്നങ്ങളെയും അവളുടെ സീക്രറ്റ്സ്, അവളുടെ എന്താണ് വേറെ ആരോടും പറയാത്ത കാര്യങ്ങളും ഒക്കെ ഈ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തിയോട് പറയാനായിട്ട് ആ കുട്ടി ഓക്കെ ആയി. സ്വന്തം അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റാത്ത സീക്രറ്റ്സ് ചിലപ്പോൾ വേറൊരാളോട് പറയാൻ പറ്റും, അപ്പോഴേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരോട് പറയാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞൂടെ? വേണ്ട, നമുക്ക് ബാക്കി കേൾക്കാം. About her problems and secrets. After she got home, he messaged her parents and told them that he will take care of her and all her problems, and so that I will feel better at his care. Her parents decided to let her go to his house, considering his appealing and convincing request. Then she went to his house. The first day he introduced her to his friends. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. എനിക്ക് അവിടെ ഒരു ചെറിയ ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ട്. അതായത് പുള്ളി ആഫ്റ്റർ ഷീ ഗോട്ട് ഹോം ഹീ മെസ്സേജ് ഹെർ പാരൻസ് ആൻഡ് ടോൾഡ് ദം ദാറ്റ് ഹീ വിൽ ടേക്ക് കെയർ ഓഫ് ഹെർ ആൻഡ് ഓൾ ഹെർ പ്രോബ്ലംസ് ആൻഡ് സോ ദാറ്റ് ഐ വിൽ ഫീൽ ബെറ്റർ അറ്റ് ഹിസ് കെയർ. ഹെർ പാരൻസ്, അതെന്താണ് ഐ വിൽ ഫീൽ ബെറ്റർ അറ്റ് ഹിസ് കെയർ എന്ന് കുട്ടി പറഞ്ഞു പാരൻസിനോട്. പാരൻസിനെ ഇയാൾ വിളിച്ചു പറഞ്ഞു, മോളെ ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം, നന്നായിട്ട് നോക്കിക്കോളാം. അതിനുശേഷമാണ് ആൻഡ് സോ ദാറ്റ് ഐ വിൽ ഫീൽ ബെറ്റർ അറ്റ് ഹിസ് കെയർ. ഐ വിൽ ഫീൽ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പുള്ളി എടുക്കൽ ഓക്കെ ആണ്, കുറച്ചുകൂടെ ആ കെയർ കിട്ടുമ്പോൾ ഓക്കെ ആവും എന്ന് ഹെയർ പാരൻസ് ഡിസൈഡഡ് ടു. അതുകൊണ്ട് മോളെ അങ്ങോട്ടേക്ക് വിട്ടു. ആൻഡ് കൺവിൻസിങ് റിക്വസ്റ്റ്, ദെൻ പുള്ളി ഒരുപാട് കൺവിൻസ് ചെയ്തു. ദെൻ ഷീ വെന്റ് ടു ഹിസ് ഹൗസ്.
ഫസ്റ്റ് ഡേ ഹി ഇൻട്രൊഡ്യൂസ് ഹെയർ ടു ഹിസ് ഫ്രണ്ട്സ്. അങ്ങനെ ആ വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ വീട്ടിലേക്ക് വിളിച്ചു, പുള്ളിയുടെ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുത്താൽ ഓക്കെ. പുള്ളിയുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതെന്തിന്? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെമ്മാടിത്തരം, അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു ഏജ്, ഞാൻ ആ പ്രായം പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, ആ പ്രായത്തിലുള്ളൊരു കുട്ടിക്ക്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു 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 ചിന്തിക്കാനുള്ളൊരു ബോധം കാണില്ലേ? അതായത് ഒരു കുടുംബത്തിലേക്ക് വിളിച്ചിട്ട് അവരുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴൊരു നെഗറ്റീവ് അടിക്കത്തില്ലേ? അത് എന്താണെങ്കിലും പാരൻസിനോട് പറയത്തില്ലേ? അങ്ങനെ പാരൻസ് അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പിന്നെ നിർത്തിക്കുമോ? എൻ്റെ ഒരു സംശയമാണ്. ബാക്കി he apologized and told her there is only a few people at his house, him, his mom and a servant. She had പുള്ളിയുടെ അമ്മയും പുള്ളിയുടെ സെർവൻറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഭാര്യയുമായിട്ട് പുള്ളി എന്തോ കശപിശയായിട്ട് മാറി നിൽക്കുക എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ അവർ തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പുള്ളിക്ക് വേണ്ടി ചെന്നത് എന്നും പറയുന്നുണ്ട്. സത്യം എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ അവിടെ പോയി കണ്ണു നട്ടിരുന്നിട്ടില്ലേ, അതും ഞാൻ പറയും. സെർവൻറ്റ്, ഷീ ഹാഡ് ഹെയർ ഓൺ റൂം, കുട്ടിക്ക് അവളുടേതായിട്ടുള്ള റൂം ഉണ്ടായിരുന്നു, റൂം ദെയർ, ആൻഡ് ഹീ ഡിഡ്ന്റ് ട്രൈ ടു മേക്ക് ഹെയർ അൺകംഫർട്ടബിൾ ഇൻ എനി വേ. After some days, he had to go on several motivational classes, which he also brought her with him to every location he went to and introduced her as his daughter to everyone. And then on September 3rd, he asked if she would like to go with him, not verbally. Okay. അപ്പോൾ പുള്ളി പല സ്ഥലത്ത് ഈ ഒരു കുട്ടിയെ കൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പല സ്ഥലത്ത് പോയി മോളാണ് എന്ന് പരിചയപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇയാൾ പൊട്ടനാണോ? ഒരു പോലീസുകാരനല്ലേ? എൻ്റെ സംശയം അവിടെയാ. ഒരു പോലീസുകാരനാണ്, അത്യാവശ്യം ബോധമുള്ള ഒരുത്തരാണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ വെക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി ഒരു മറ്റൊരു കുട്ടിയെ സ്വന്തം മോളാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? അല്ല, അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കുട്ടിയോട് പിന്നെ മിസ്ബിഹേവ് ചെയ്യാൻ പറ്റുമോ? സംശയങ്ങളാണ് കേട്ടോ, ഇതൊക്കെ സംശയങ്ങളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സംശയങ്ങൾ തോന്നിയോന്ന് എനിക്കറിയില്ല, എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ ചെയ്യുമായിരിക്കും കേട്ടോ, ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അത്രയ്ക്കും ഭ്രാന്ത് പിടിച്ച മറ്റേ വൾഗാരിറ്റിയുടെ അങ്ങേയറ്റം അങ്ങനെയുള്ള ഒരുത്തനാണെങ്കിൽ അവൻ ചെയ്തേക്കും ഏതെങ്കിലും ഒരു നിമിഷം കയ്യിൽ നിന്ന് പോകുമ്പോൾ. ബാക്കി കേൾക്കാം. which he anyway after some days he had to go on several motivational classes, which he also brought her with him, and location he went on and introduced her as his daughter to everyone. And then on September 3rd, he asked if she would like to go with him, not verbally. He had a program diary. He wrote in the diary, 2 ദിവസം നീണ്ട യാത്രയാണ്, പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം വരിക. ഓക്കേ. സോ പുള്ളി വെർബലി മാത്രമല്ല, പുള്ളിക്ക് അല്ലാതെ എന്തൊക്കെയോ അത് പുള്ളി ഡയറിയിൽ എഴുതി വെച്ചു. 2 ദിവസം നീണ്ട യാത്രയാണ്, പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം വരിക എന്ന് എഴുതി വെച്ചു. ഷീ സെഡ് യെസ്. ഞാനൊന്നും പറയുന്നില്ല. യെസ്. ആൻഡ് ദെൻ ദേ ഗോട്ട് ടു കാസർഗോഡ്, Kanyangad. They got to the program, and after the speech was over, they decided to stay there because he had another program and told, we have 2 options. He said, let's stay, and she agreed. Then he told her not to tell her parents. He just told her to do as he asked. പുള്ളി ചോദിച്ചതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൂടാതെ വീട്ടുകാരോട് പറയരുത് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഡയറിയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിന്? മനസ്സിലായി കാണില്ല, പ്രായം അത്രയല്ലേ ആയുള്ളൂ, മനസ്സിലായി കാണില്ലായുമായിരിക്കും. എന്തോ ഒരു പെശക് എനിക്ക് അവിടെ തോന്നുന്നു. ഐ ഡോണ്ട് നോ. ഇതുകൊണ്ടൊക്കെയാണ് ഞാനൊരു പരിധിയിൽ കൂടുതൽ, ഞാൻ പറഞ്ഞില്ലേ, കോടതി പറയട്ടെ, തെളിവുകൾ ഒരുപാട് കിട്ടട്ടെ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ തെമ്മാടിയാണെങ്കിൽ അവൻ അകത്തു പോട്ടെ. കാരണം ഈ നാട് സംരക്ഷിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു, സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തൊക്കെയോ വലിയ കൗൺസിലിംഗ് പഠിച്ച് ഉപദേശങ്ങൾ നടത്തി ജീവിക്കുന്ന ഒരുത്തരാണ്. അവൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അകത്ത് പോട്ടെ. പക്ഷെ എന്നാലും എവിടേക്കോ എന്തൊക്കെയോ. ഹി അപ്പോളജൈസ്ഡ് ആൻഡ് ടോൾഡ് ഹെയർ ഗാർഡിയൻ ദാറ്റ് ഹി മെയ്ഡ് എ മിസ്റ്റേക്ക്. പുള്ളി തന്നെ അവളുടെ ഗാർഡിയനോട് പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ അവിടെയാണല്ലോ, ഗാർഡിയനോട് പറഞ്ഞു. നമ്മൾ കൂടുതലായിട്ട് റിവീൽ ചെയ്യുന്നില്ല കേട്ടോ, ശരിയല്ല. മെയ്ഡ് എ മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു തെറ്റ് പറ്റി. ആൻഡ് ദാറ്റ്
is when her parents believed her when he confessed the truth. Then after that he started calling random members from her family who doesn't know about this. Okay. And started following her parents to their workplace, telling them that if they report it to the police he will commit suicide at their workplace. So they were all terrified, and then the third time he came he brought cyanide and threatened everyone. ഞാൻ ആ വേർഡുകളൊന്നും അങ്ങനെ പറയുന്നില്ല കേട്ടോ, നമുക്ക് പ്രശ്നമാകും, അതുകൊണ്ടാണ്. And threatened everyone including her to not report him. She was scared. Some months after that she started to feel deeper and deeper emotional pain since her family didn't talk to her about it, and also keeping her inside locked up. She decided to call for help. They made her understand that this is not okay and encouraged her to file a complaint against him. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം, മനസ്സിലായില്ലേ? ആ കുട്ടിയെ കുറേ നാൾ വീട്ടിൽ തന്നെ ഇയാൾ പോയി പേടിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇയാൾ ഗാർഡിയനോട് പറഞ്ഞു ഇങ്ങനെ പറ്റിപ്പോയെന്നൊക്കെ ഇയാൾ പറഞ്ഞു എന്ന്. അതെനിക്ക് മനസ്സിലാവാത്തത്, ഇയാൾ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ ഗാർഡിയനോടൊക്കെ ചെന്ന് പറയുക, അതായത് ഇങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പറയുക, അതിനുശേഷം ഞാൻ അങ്ങ് തീരുമെന്നും പറഞ്ഞ് പേടിപ്പിക്കുക. സി ഇയാൾ എന്താ ഇങ്ങനെ, ഇയാൾ എക്സ്ട്രീം മറ്റേ സൈക്കോയാണോ? ചെയ്തിട്ട് ഇയാൾ തന്നെ പോയി അങ്ങോട്ട് മനസ്സങ്ങോട്ട് തുറന്ന് പറയുക, അതിനുശേഷം പേടിപ്പിക്കുക, അവിടെ പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ഇല്ലാതെയാകും. എനിക്കറിയില്ല, പോലീസുകാർ പ്രോപ്പറായിട്ട്, ഇയാളൊരു പോലീസുകാരനായിരുന്നു, അതുകൊണ്ട് തന്നെ ഇയാൾ എന്തെങ്കിലും തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുക്കാനൊന്നും ആരും നിൽക്കരുത് ദൈവത്തെ ഓർത്ത്, കാരണം അത് പുറത്ത് വരണം. ഒന്നെങ്കിൽ ഇയാൾ എക്സ്ട്രീം ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ക്രിമിനൽ, അങ്ങനെ ഞാൻ പറയും, ഒന്നെങ്കിൽ. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എവിടേക്കോ ചെറിയ അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല ചില കാര്യങ്ങൾ. ഞാൻ കൂടുതൽ അത് വലിച്ച് കീറത്തില്ല. എൻ്റെ ആ ഒരു സ്റ്റോപ്പിങ്, ഞാൻ എവിടേക്കാണോ പോയിന്റ് നിർത്തി സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരുപാട് നമുക്ക് അതിനെ അങ്ങോട്ട് വലിച്ചു കീറാൻ പറ്റത്തില്ല, കാരണം അപ്പുറം നിൽക്കുന്ന ആള്, അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു സാധനം കണ്ടപ്പോഴത്തേക്കും കൂടെ എനിക്ക് കുറേ സംശയങ്ങൾ. ഇത് കരുതിക്കൂട്ടി ആരെങ്കിലുമൊക്കെ ഫോഴ്സ് ചെയ്ത് ഇനി ആരെ കൊണ്ടെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുന്നതാണോ, ഇങ്ങനെയുള്ളൊക്കെ ഒരു സംശയങ്ങൾ വന്നിടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ വേറൊരു വീഡിയോയും കൂടെ ഞാനിവിടെ കണ്ടേ. ഇതൊക്കെ ഇയാളെ ഇങ്ങനെയൊക്കെ പൊക്കി നടക്കേണ്ട ഒരാളായിരുന്നു ഇയാൾ, ഫിലിപ്പ് മമ്പാട്. ഇയാൾക്ക് എന്തോ അതേ മതപരമായിട്ടുള്ള എന്തോ ഒരു ഫംഗ്ഷനിലേക്കൊക്കെ ഇയാളെ വിളിച്ച ഇയാൾ അവിടെ നിന്ന് പ്രസംഗം. ഇദ്ദേഹം ഒരു പോലീസുകാരനായി ഇരിക്കുന്ന സമയത്താണ് ഇയാളെ ഇങ്ങനെയുള്ള പ്രസംഗത്തിനും പരിപാടിക്കും ഒക്കെ വിളിക്കുന്നതെങ്കിൽ ഓക്കെ. ഇതൊരു ഇങ്ങനൊരു കൗൺസിലർ, അയാൾ എന്തോ പഠിച്ചിട്ടുണ്ട്, കൗൺസിലിംഗ് ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് കരുതി ഇങ്ങനെ എല്ലായിടത്തും വിളിച്ചു കൊണ്ടുപോയി ഇങ്ങനെ പൊക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ തന്നെയാണ് പ്രശ്നം, നമ്മളൊക്കെ തന്നെയാണ് പലതിൻ്റെയും പ്രശ്നം. പലരെയും നമ്മൾ എടുത്ത് ചുമ്മാ ആവശ്യമില്ലാതെ അങ്ങ് പൊക്കി തലയിൽ വെച്ച് ഡാൻസ് കളിക്കും. കുട്ടികളെ ഇങ്ങനെയുള്ള കൗൺസിലിങ്ങിന് ദൈവത്തെ ഓർത്ത് എവിടെയെങ്കിലും കൗൺസിലിങ്ങിന് കൊണ്ടുപോവാണ്. നിങ്ങളെ കൊണ്ട്, പാരൻസിനെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ പാരൻസിനോട് ചില കാര്യങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളാണ് പാരൻസ് ആണ് എപ്പോഴും ഹാൻഡിൽ ചെയ്യേണ്ടത്. പക്ഷെ ചില കാര്യങ്ങൾ കുട്ടികൾക്ക് നമ്മളോട് പറയാൻ പറ്റില്ല, വേറൊരാളോടാണ് പറയേണ്ടത്. ഒരു കൗൺസിലറിനെ വേണമെങ്കിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടിയുടെ അടുത്ത്, അല്ലെങ്കിൽ കുട്ടിയുടെ അവിടെ നിന്ന് കുറച്ച് മാറിയാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റണം നിങ്ങളുടെ കുട്ടി വേറൊരാളുമായിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ പുറത്തിരുന്നു, പക്ഷെ ഒരു ജനലിലൂടെ, ഒരു ഗ്ലാസ്സിലൂടെ, അവർ പറയുന്ന കേൾക്കണ്ട, പക്ഷെ ഒരു ഗ്ലാസ്സിലൂടെ കാണാൻ പറ്റണം നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ മകനെ. പിടികിട്ടിയോ? അത് നിങ്ങൾ എവിടെ പോയാലും, ഏത് കൗൺസിലറിൻ്റെ അടുക്കൽ പോയാലും നിങ്ങളത് ഉറപ്പ് വരുത്തുക. അല്ലാതെ ഒരുത്തൻ്റെ അടുക്കലും കുഞ്ഞുങ്ങളെ കൊണ്ട് പോകരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.